ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗായ്സ്, നമ്മൾ കുറേ ദിവസം, ഒരു മാസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. നമ്മളെ കഴിഞ്ഞ ദിവസം 3 കുപ്പിച്ചൂണ്ടി ഇട്ടിട്ട് ഒരു വരാൽ കിട്ടി. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഇത്രയും കുപ്പിച്ചൂണ്ടിയാണ് കേട്ടോ ഇടാൻ വേണ്ടി പോകുന്നത്. ഗായ്സ്, നമുക്കൊരു വലിയ പണി കിട്ടിയിട്ടുണ്ട്. മുന്തിരിക്കൊല പോലെയാണ് ഇപ്പൊ നമ്മുടെ കുപ്പികളെ കിടക്കുന്നത്. കാരണം നമ്മളൊരു 50 കുപ്പിച്ചൂണ്ടി ഇട്ടത് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് മൊത്തത്തിൽ ഇങ്ങനെ കെട്ട് പെടങ്ങി. അപ്പൊ നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് ശരിയാക്കണം. അത് മാത്രമല്ല, വേറൊരു പണിയും കൂടി ഉണ്ട്. എന്തായാലും ഞാൻ ഇത് ശരിയാക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ നമ്മള് വാള പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വലിയ ഹുക്ക് ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ ഇത്രയും വലിയ ഹുക്കിന്റെ ആവശ്യമില്ല. നമ്മൾക്കിത് ഇത്രയും ചെറിയ ഹുക്കാണ്. എവിടെ? അയ്യോ, ഇത്രയും ചെറിയ ഹുക്കാണ് നമ്മളെ ഇപ്പോൾ വരാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ആദ്യം ഇത് കുറേ എണ്ണം ഉണ്ട് കുപ്പിച്ചുകൊണ്ട്, നമ്മൾ അത് മൊത്തം ഇതിലോട്ട് ചെറിയ ഹുക്കിലോട്ട് ആക്കണം. അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട്, ഇത് അടിപൊളിയാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തോളാം. ഇത് നമ്മൾ ചെറായിൽ ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആൽവിൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ ആൽവിന്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ അറിയാതെ പെട്ടതായിരുന്നു. അതായത് നമ്മൾ വലയൊക്കെ വീശി നമ്മൾ മീനൊക്കെ പെറുക്കുന്നതിൻ്റെ ഇടയിൽ ആൽവിനാണോ അശ്വിനാണോ എന്നറിയില്ല, ആരും ഇത് എൻ്റെ കയ്യിൽ തന്നു. സോ ഞാൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. ഞാൻ വീടെത്തിയപ്പോഴാണ് കണ്ടത് ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുള്ളത് കാര്യം. എന്നിട്ട് ഞാൻ കുറേ കാലം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിൽ തന്നെ വെച്ചു. പിന്നെ ഞാൻ ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഇതൊരു അടിപൊളി സംഭവമാണ്. ഇനി നമ്മൾ ചെറായിൽ ഫിഷിങ്ങിന് മുമ്പ് ആൽവിന് ഇത് പുതിയതൊന്നും മേടിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത നമ്മൾക്ക് പള്ളത്തി പിടിക്കണം. ഇപ്പൊ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പള്ളത്തി പിടിക്കുന്നതിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾക്ക് 10-20 പള്ളത്തിയൊക്കെ പിടിക്കാനുണ്ട്. എന്തിട്ടത് അമ്മച്ചി, ഇത്ര വലിയ മീനൊന്നും നമ്മൾക്ക് കുപ്പിച്ചുണ്ടിക്ക് ആവശ്യമില്ല. ഇത്ര വലിയ മീൻ വേണമെന്ന് പറയണ ദിവസം ഇത്ര വലുത് കിട്ടാറില്ല. അതേ കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട്. നമ്മൾക്ക് പള്ളത്തിയാണ് ആവശ്യം, കാരണം പള്ളത്തിലാണ് മീൻ കിട്ടുള്ളൂ. ഇത്ര വലുത് നമ്മൾക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് തിരിച്ചിടണം, നമ്മൾക്ക് വീട്ടിൽ വിട്ട് വെറുക്കാം. ഗൈസ്, പള്ളത്തി കിട്ടി. ഗൈസ്, ഇപ്പൊ ഇത്രയും കുപ്പികൾ നമ്മൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇനി ഇത്രയും ഉണ്ട്. ഇത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. കണ്ടോ, കുറേ ഉണ്ട്. ഗൈസ്, അത്യാവശ്യം കുറെ നേരം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എത്ര എണ്ണി നോക്കാം? 3, 4, 5, 6, 7, 8, 9, 11, 12, 13, 14, 15. ഇനി ഒരു 5 കൂടി നമ്മൾക്ക് ഉണ്ടാക്കാല്ലേ. ഗൈസ്, ഇപ്പൊ മീൻ പോയി നിൽക്കുന്നത് മരത്തിന്റെ മുകളിലാണ്. നോക്കുക, വല്ലാത്ത മരത്തുനിന്ന് ആരെങ്കിലും മീൻ പിടിച്ചിട്ടുണ്ടോ? കേട്ടോ, ഇതൊക്കെയാണ് കഴിവ്. മരത്തിന്റെ മേലെ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്നു. അമ്മച്ചി, അയ്യോ ഭാഗ്യണ്ട്. മഞ്ഞ കളറ് പോട്ട. നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താ പേര്? അക്കുട്ടൻ. ശരിക്കത് പേരെന്താ? ധ്രുവ് എന്നാണ് കേട്ടോ. ആള് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഒരു ഹായ് പറയും എല്ലാവർക്കും. അച്ചടാ, നമ്മൾ 20 കുപ്പിച്ചുകൊണ്ടാണ് ഇടണമെന്ന് ആഗ്രഹിച്ച് കെട്ടിയൊക്കെ വെച്ചത്. പക്ഷേ ഇല്ലേ, മീനുകൾ എന്നെ പറ്റിച്ചു. നമ്മൾക്ക്
11 മീനെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുറെ നേരം ഞാൻ 9 മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 മണിക്കൂറായി നിൽക്കുന്നത്. പക്ഷെ ഒരുത്തരം സഹകരിച്ചൊന്നുമില്ല. പക്ഷെ ഇത് വന്നിട്ട് കുറച്ച് വലിയ പരൽ മീനാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഫ്രൈ അടിക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് നേരെ സ്പോട്ടിൽ പോകാം. വേറെ സ്പോട്ടിലാണ് ഇടുന്നത്. അപ്പോൾ വേറെ സ്പോട്ടിൽ പോയിട്ട് നമ്മൾക്ക് കുപ്പിച്ചോണ്ടിടാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കുപ്പിച്ചൂണ്ട. ഇതിൽ തന്നെ മീൻ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, വെള്ളത്തിൽ വീണു. ഈ കുപ്പികളൊക്കെ നമ്മൾ തിരിച്ചെടുക്കാൻ ഒരുപാട് പെടും. അടിപൊളി, നടു തോട്ടിൽ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മളെല്ലാം കുപ്പിച്ചോണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മളിട്ട് 11 കുപ്പിച്ചോണ്ടിയിൽ ഒരു 10 കുപ്പിച്ചോണ്ടിയിൽ മാത്രം മീൻ കിട്ടിയാൽ മതി. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമൊക്കെ ഉള്ളൂ. എന്തായാലും നമ്മൾക്ക് പോവാം. ഇപ്പം നല്ല ഇരുട്ടായി. ഇവിടെയാണ് നമ്മൾ കൂടുതൽ പാമ്പൊക്കെ കണ്ടിട്ടുള്ളത്. എപ്പോഴും ഞാൻ കുപ്പിച്ചൂണ്ടി ഇടുന്നതും എടുക്കുന്നതും ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുപ്പിച്ചൂണ്ടി ഇടുന്നത് പാർട്ട് 1, കുപ്പിച്ചൂണ്ടി എടുക്കുന്നത് പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കുപ്പിച്ചൂണ്ടി എടുക്കുന്നത് നാളെ ഞാൻ പാർട്ട് 2 ആയിട്ട് നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നോക്കാം നമ്മൾക്ക് മീനൊക്കെ കിട്ടിയെന്ന്. എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യ് നമ്മൾക്ക് എത്ര മീൻ കിട്ടുമെന്ന്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പോരാത്തതിന് പാർട്ട് 2 മറക്കാതെ കാണാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.